ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് ആട്ടോകാഡാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതിൽ ഈ ഫിഗറാണ് നമ്മൾ വരയ്ക്കുന്നത്, അതായത് സോക്കറ്റ് ആൻഡ് സ്പൈഗോഡ് ജോയിൻ്റ് എന്ന ഫിഗറാണ് വരയ്ക്കുന്നത്. എക്സാമിന് ഇങ്ങനത്തെ ഐസോമെട്രിക് വ്യൂ ആയിരിക്കും തരുന്നത്. ഇത് നോക്കി ഇതിൽ ഡയമെൻഷൻ എല്ലാം തന്നിട്ടുണ്ട്, ഈ ഐറ്റം ലിസ്റ്റ്, ഈ കമ്പോണൻസിൻ്റെ ലിസ്റ്റ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നമുക്ക് ഈ വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ഏതൊക്കെ വ്യൂ ആണ് വരയ്ക്കേണ്ടതെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഈ വ്യൂ എന്ന് പറയുന്നത് ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷനാണ്. പിന്നെ ഇത് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫുള്ളാക്കി വരയ്ക്കണം, സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ. ഇത് ഫുള്ളാക്കിയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഫിഗറാണ് നമുക്ക് വരച്ച് കാണിക്കേണ്ടത്, ഈ റേഷ്യോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാനായിട്ടുള്ള ഡയമെൻഷൻസ് നമ്മൾ ഈ ഫിഗർ നോക്കി, അതായത് നേരത്തെ കാണിച്ച ഐസോമെട്രിക് വ്യൂ, ഇത് നോക്കിയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഫിഗറായിരിക്കും എക്സാമിന് തരുന്നത്. ഈ ഫിഗർ കാണാതെ, അതായത് കാണാതെ മീൻസ് ഈ ഫിഗർ നോക്കിയായിരിക്കണം നമ്മൾ ഈ ഫിഗർ വരച്ചൊപ്പിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നിപ്പോൾ ഓട്ടോകാഡിൽ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ ഇന്ന് ഈ ഫിഗറായിരിക്കും ഇവിടെ സൈഡിലൂടെ കാണിക്കുന്നത്. മറ്റേ ഫിഗർ, അതായത് ഐസോമെട്രിക് വ്യൂ എൻ്റെ കയ്യിലുണ്ട്, ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഡയമെൻഷനൊക്കെ അതിൽ നോക്കിയായിരിക്കും ഞാൻ വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതാണ് നമ്മുടെ ഓട്ടോകാഡ് വിൻഡോ എന്ന് പറയുന്നത്, അതിൻ്റെ ഓപ്പണിംഗ് വിൻഡോ. അതിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇതിപ്പം 2023 എന്ന വേർഷനാണ്. എല്ലാ വേർഷനും ഏകദേശം സിമിലർ തന്നെയാണ്. ഈവൻ 2004, 2005 മുതലുള്ള വേർഷൻ തൊട്ടേ സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടൂളിൻ്റെ ഉപയോഗവും ഏകദേശം ഒരു 70% അല്ലെങ്കിൽ 80% സിമിലർ തന്നെയാണ്. ഈ ഐക്കൺസിൻ്റെ പൊസിഷനും അല്ലെങ്കിൽ ഐക്കൺസിൻ്റെ ഷേപ്പും ഒക്കെ മാറും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പം ഒരു ഇൻ്റർഫേസാണ്, അറിയാമല്ലോ, പുതിയ ടൈപ്പ് റിബൺ ഇൻ്റർഫേസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പഴയ വേർഷനിലാണെങ്കിൽ അങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കത്തില്ല, ഫുള്ള് ടൂൾസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇതായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ പോലും ആ ടൂൾസിൻ്റെ എല്ലാം യൂസ് എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ്, പഴയ വേർഷൻ ആയിരുന്നാലും പുതിയ വേർഷൻ ആയിരുന്നാലും. ഇതിപ്പോൾ 2023 എന്ന വേർഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു ഓട്ടോകാഡിൽ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ന്യൂ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വരച്ച് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സെറ്റപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡ്രോയിങ് ഇൻ്റർഫേസ് എൻവയോൺമെൻറ്റൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ വരച്ച് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ യൂണിറ്റ്സ് ഡിഫൈൻ ചെയ്യണം. അതിന് ജസ്റ്റ് UN എന്ന് അടിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് യൂണിറ്റ്സിൻ്റെ ഇത് വരും. ഇവിടെ യൂണിറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ വരും. ഇതിൽ മില്ലിമീറ്റേഴ്സാണ് യൂണിറ്റ്സ് വേണം. നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫിഗറും മില്ലിമീറ്റേഴ്സിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മില്ലിമീറ്റേഴ്സ് എടുക്കുന്നു. പിന്നെ ഡെസിമൽ തന്നെയാണ്, അത് മാറ്റേണ്ട. പ്രിസിഷൻ ഇത്രയും ഹൈ പ്രിസിഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആ പ്രിസിഷൻ ഇത്ര ആക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ ആക്കിയാൽ മതി. മില്ലിമീറ്റേഴ്സ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പെടുത്തുക. ഇഞ്ചസ് ഒന്നും അല്ല വേണ്ടത്, മില്ലിമീറ്റേഴ്സ് ആയിരിക്കണം. കാരണം നമ്മൾ തന്നിട്ടുള്ള ഡ്രോയിങ് എന്ന് പറയുന്നത് മില്ലിമീറ്റേഴ്സ് ആണ് എൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം യൂണിറ്റ് സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്തത് ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം. ലിമിറ്റ്സ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഡ്രോയിങ് ഏരിയ അതിൻ്റെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും സെറ്റ് ചെയ്യുക എന്നതാണ് ലിമിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ലിമിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇത് വരും, പ്രിവ്യൂ വരും. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് കമാൻഡാണോ യൂസ് ചെയ്യുന്നത്, എന്ത് ടൂളാണ് യൂസ് ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ ആയിരിക്കും ഇവിടെ തന്നിട്ടുള്ളത്. ഇനി എന്ത് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിൻ്റാണോ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന പറ്റിയുള്ള ബേസിക് ഇൻഫർമേഷൻ നമുക്കിവിടെ കമാൻഡ് വിൻഡോ എന്ന് പറയുന്നത് അതിൽ കാണിക്കും. ഇവിടെ ഇപ്പം ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 00 ഡിഫാൾട്ട് വാല്യൂ 00 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ 00 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വാല്യൂ ഒന്നും എൻ്റർ ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഉടനെ അപ്പർ റൈറ്റ് കോർണർ, അതായത് ഈ കോർണർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ X കോർഡിനേറ്റും Y കോർഡിനേറ്റുമാണ് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 420,297 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് A3 സൈസ് അല്ലേ, A3 സൈസിൻ്റെ A3 പേപ്പറിൻ്റെ സൈസാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ A3 സൈസിലുള്ള ഒരു പേപ്പറിലാണ് ഈ ഒരു ഡ്രോയിങ് വരയ്ക്കുന്നത് എന്നൊരു കൺസെപ്റ്റ് ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി അങ്ങനെയല്ല, A3 സൈസിലൊന്നും അല്ല നമ്മൾ വരയ്ക്കുന്നത്, അങ്ങനെ നോക്കണ്ട. എന്നാൽ പോലും ആ ഒരു കൺസെപ്റ്റ് അവർ പറയുന്നതേ ഉള്ളൂ. ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു A3 പേപ്പറിൻ്റെ സൈസിലാണ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ 420,297 ആണ്. ഈ വാല്യൂ അല്ല എങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യൂ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ കേസിലാണെങ്കിൽ 420,297 എന്ന് ഒന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വാല്യൂ അല്ല എങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് കോമയിട്ട് ആ വാല്യൂ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പം നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തു. ഇനി സൂം ഓൾ, അതായത് ആ ഡ്രോയിങ് ഏരിയ ഈ വിൻഡോയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് സൂം ആൾ എന്ന ഓപ്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ Z പ്രസ് ചെയ്യുന്നു. അപ്പം തന്നെ സൂം എന്ന ഓപ്ഷനാണ് നമ്മൾ ഡീഫാൾട്ടായിട്ട് ആദ്യമേ വന്ന് നിൽക്കുന്നത്. അങ്ങ് എൻ്റർ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് അതായത് ആൾ എന്നതിൻ്റെ ഇതാ ഇവിടെ ആൾ എന്ന് പറഞ്ഞ ഏതുണ്ട്, ഒന്നെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് എൻ്റർ അടിച്ചു കൊടുത്താൽ മതി.
സൂം ആൾ എന്ന സംഭവം വന്നിട്ടുണ്ട്. അപ്പം മൊത്തം ഡ്രോയിങ് ഏരിയ ഈ സ്ക്രീനിൽ നിറഞ്ഞ് നിൽക്കുന്നു എന്ന കൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല എങ്കിൽ പോലും അങ്ങനെ കരുതുക. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഓട്ടോകാഡിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പുതിയ പുതിയ വേർഷൻ വന്നപ്പോഴേക്കും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞു. എന്നാൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ അത് സെറ്റ് ചെയ്തിട്ട് ഫിഗർ വരച്ചു തുടങ്ങുന്നതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ, അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്തത് ഇപ്പം ഡ്രോയിങ് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്തു. ഇനി അടുത്ത കുറച്ച് ലേയേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ ലേയേഴ്സ് എന്ന് പറയുന്ന സംഭവം ഈ ഫോട്ടോഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം. പക്ഷേ ഇതുമായി ഫോട്ടോഷോപ്പിലെ ലേയേഴ്സ് പഠിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ എന്നൊന്നുമില്ല. ഞാൻ ലേയേഴ്സ് ഫോട്ടോഷോപ്പിലുണ്ട് എന്ന് പറഞ്ഞ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ഈ ഓട്ടോകാഡിലും അതുപോലെ ലേയേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. പല പല ലെയറായിട്ട് നമുക്ക് ഫിഗേഴ്സിനെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ആക്സിസ് ആണ് വരയ്ക്കുന്നത്, ശ്രദ്ധിക്കുക. ഇപ്പം ലൈൻ എടുത്തിട്ട് ഞാൻ ആക്സിസ് ആണ് വരയ്ക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ലൈൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വരണമെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഓർത്തോ എന്ന് പറയുന്ന ഈ മോഡ് ഓൺ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വരികയുള്ളൂ, അതായത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ റഫായിട്ട് ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലൈനാണ്. നമുക്ക് ഈ ആക്സിസ് ആണ് വരയ്ക്കേണ്ടതെങ്കിൽ അതിന് ചെയിൻ ടൈപ്പിലുള്ള ലൈനാണ്. അതായത് ഒരു ലോങ് ലൈൻ, പിന്നെ ഒരു ഡോട്ട്, പിന്നെ ഒരു ലോങ് ലൈൻ, ഡോട്ട്, അങ്ങനത്തെ ചെയിൻ ടൈപ്പ് ലൈനാണ് ആക്സിസിന് വരേണ്ടത്. മാത്രമല്ല ഇതിപ്പം വൈറ്റ് കളറിലാണ് വന്നത്. നമുക്ക് ആക്സിസ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കളർ നമുക്ക് കൊടുക്കാം. അങ്ങനെ ആക്സിസ് വരയ്ക്കാനായിട്ട് നമുക്കൊരു ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലൈൻ ടൈപ്പ് എന്താണെന്നോ അതിൽ കൊടുക്കേണ്ട കളർ എന്താണെന്നോ എല്ലാം നമുക്ക് പ്രീ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കേണ്ട ഫിഗറിൻ്റെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ലെയർ ആക്കിയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഓരോ ലെയറിന് കൊടുക്കുകയാണെങ്കിൽ ഓരോ കമ്പോണൻറ്റ് നമുക്ക് പ്രത്യേകം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ കമ്പോണൻറ്റും ഓരോ ലെയർ ഉപയോഗിച്ച് വരയ്ക്കുന്നു എന്ന കൺസെപ്റ്റും കൂടെ നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാം. ഇവിടെ ഇപ്പോൾ 3 കമ്പോണൻസ് ആണുള്ളത്: സ്പൈഗോട്ട്, സോക്കറ്റ്, കോട്ടർ. അപ്പം ഈ ഓരോ കമ്പോണൻസ് വരയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ലെയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ലെയറിൻ്റെ ലൈൻസിൻ്റെ കളർ നമ്മൾ മാറ്റി കൊടുക്കും. ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കും. അപ്പം അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് വരച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഡീഫാൾട്ടായിട്ട് ഈ ലെയേഴ്സിൻ്റെ സംഭവം ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഡീഫാൾട്ടായിട്ട് ഒരു ലെയർ ഇവിടെ വന്നിരിക്കും. ആ ലെയറിൻ്റെ കളർ എന്ന് പറയുന്നത്, അതിൻ്റെ ലൈൻസ് ജനറേറ്റ് ചെയ്യുന്ന ലൈൻസിൻ്റെ കളർ എന്ന് പറയുന്നത് 0 ആണ്. കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ആ ലെയറിൻ്റെ പേരാണ് 0 എന്ന് പറയുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഈ ലെയർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നമുക്ക് പുതിയ ലെയേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നോക്കും. പുതിയ ലെയേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ആദ്യം ആക്സിസ് വരയ്ക്കാനായിട്ടുള്ള ലെയർ നമുക്ക് ആദ്യം കൊടുക്കാം. ഇതാണ് ഈ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതെന്ന് പറയുന്നത്. നമുക്ക് അടുത്തോട്ട് അടുത്തോട്ട് കൊണ്ടുചെല്ലുമ്പം തന്നെ കഴ്സർ ഐക്കണിൻ്റെ മുകളിൽ എത്തുമ്പോൾ തന്നെ പ്രിവ്യൂവിന് കാണിക്കും. ന്യൂ ലെയർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിവ്യൂ കാണിക്കും. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യം പേര് ടൈപ്പ് ചെയ്യാനായിട്ട് ചോദിക്കും. നമ്മൾ ആക്സിസ് ലൈൻസിന് വേണ്ടിയാണല്ലോ, നമ്മൾ ആക്സിസ് എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കളർ വൈറ്റാണ് ഉള്ളത്. ആ വൈറ്റിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന് യെല്ലോ കളറെല്ലാം യെല്ലോ ഇവിടെ സെലക്ട് വെച്ചിട്ടുണ്ട്. യെല്ലോ കളർ കൊടുക്കുന്നു. ഇനി ലൈൻ ടൈപ്പ് എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. നമുക്ക് കണ്ടിന്യൂസ് ലൈൻ അല്ല വേണ്ടത്, ചെയിൻ ടൈപ്പ് ലൈനാണ് വേണ്ടത്. അതിനുവേണ്ടി ഈ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ പോർഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പുതിയ ലൈൻ, ഇപ്പം ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, കണ്ടിന്യൂസ് ലൈൻ മാത്രമേ ലോഡ് ആയിട്ടുള്ളൂ. പുതിയ ലോഡ് എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് അഡീഷണൽ ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ഇവിടെ നിന്ന് ഏത് ടൈപ്പ് ലൈൻ, ഇഷ്ടംപോലെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വേണ്ട ലൈൻ ഏതെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഇത് കൺവീനിയൻ്റ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ലൈൻ, അത് ചെയിൻ ലൈൻ പോലെയൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ആ ലൈൻ എടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഇനി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാം എന്തായാലും. അപ്പോൾ ആക്സിസിന് നമ്മൾ പുതിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്തു, ഈ ചെയിൻ ടൈപ്പ് ലൈൻ. ഇനി അടുത്തത് നമുക്ക് ഈ 3 കമ്പോണൻസിന് വേണ്ടി സെപ്പറേറ്റ് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ പുതിയ ലെയർ, ആദ്യത്തെ ലെയറിൻ്റെ പേര് സോക്കറ്റ് എന്ന് കൊടുത്തു. അതിൻ്റെ കളർ യെല്ലോ മാറ്റി നമുക്ക് ഗ്രീൻ കൊടുക്കാം. അത് കഴിഞ്ഞ് സ്പൈഗോട്ട് എന്നത് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കളറ് ഗ്രീൻ മാറ്റി സിയാൻ കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ലൈൻ ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തായിരുന്നു ഈ ആക്സിസിന് വേണ്ടി. ആ ലൈനാണ് പുതിയ ലെയേഴ്സിന് വന്നത്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി കൊടുക്കണം. അതായത് കണ്ടിന്യൂസ് ലൈൻ മതി. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സോളിഡ് ലൈൻ കണ്ടിന്യൂസ് ലൈൻ തന്നെ ബാക്കിയുള്ളതിനും മതി. അപ്പോൾ സോക്കറ്റായി സ്പൈഗോട്ടായി. ഇനി കോട്ടറുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ബ്ലൂ മതി. ബ്ലൂ കൊടുത്തു. കണ്ടിന്യൂസ് ലൈൻ തന്നെ. ഇനി ഡയമെൻഷൻ ലൈൻ, നമുക്ക് ഡയമെൻഷൻസ് കൊടുക്കാനായിട്ട് അതിന് വേണ്ടി ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഡയമെൻഷൻസ് കാണിക്കാനായിട്ട്
എന്നത് കൊടുത്തു. അതിൻ്റെ കളറ് നമുക്ക് റെഡ് കൊടുക്കാം, ഡയമെൻഷനാണല്ലോ. റെഡ് കളർ കൊടുത്തു. കണ്ടിന്യൂസ് സാധാരണ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ലൈൻ ആവണം, തിക്നെസ് കുറഞ്ഞ കണ്ടിന്യൂസ് ലൈൻ ആവണം എന്നാണ്, ഡയമെൻഷൻ ലൈൻസ് അങ്ങനെ ആവണം എന്നാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഒന്ന് ലൈൻ ടൈപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം, ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട്. -2 എന്ന് പറയുന്ന ഇത് ഒരെണ്ണം എടുത്തു. കണ്ടിന്യൂസ് ലൈനാണ് കൊടുക്കേണ്ടത്, ഞാൻ പിന്നെ ഇതിങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഡാഷ്ഡ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ലൈൻ എടുത്തു ഇതിന് വേണ്ടി. ഇപ്പോൾ ഇനിയും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പുതിയ ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. തൽക്കാലം ഇത്രയും മതി. ഇത്രയും ലേയേഴ്സ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാനൊക്കെ പറ്റും ഏത് ലെയർ മാറണം എന്നൊക്കെ. ഇനി നമുക്ക് ആദ്യം ഈ ഫിഗറാണല്ലോ വരയ്ക്കേണ്ടത്, ഐ മീൻ ഈ ഫിഗറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഫിഗറിൽ നമുക്കിത് ആദ്യം ഫ്രണ്ട് വ്യൂ, അതായത് ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ വരയ്ക്കുന്ന ഈ ഫിഗറാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ഈ ഒരു ഫിഗറാണ് ആദ്യം വരയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഈ സെൻട്രൽ ലൈൻ നമുക്ക് വരയ്ക്കാം. സെൻട്രൽ ലൈൻ വരയ്ക്കാനായിട്ട് ലൈൻ ടൂൾ എടുത്തു. ഓർത്തോ മോഡ് എനേബിൾ ആണ്, അപ്പോൾ ഓർത്തോ മോഡ് ലൈൻ ആയിരിക്കും വരുന്നത്. ഞാനിവിടെ ഈ ഒരു ലൈൻ ക്രിയേറ്റ് ആയി. ആക്ച്വലി ഇത് ആക്സിസ് ആണ് നാം വരച്ചത്, പക്ഷേ ലെയർ നമ്മൾ കൊടുത്തില്ലായിരുന്നു. ഡീഫാൾട്ട് ലെയർ 0 എന്ന് പറയാൻ ഡീഫാൾട്ട് ലെയർ തന്നെ നിൽക്കുകയാണ്. അതിന് ആക്സിസ് എന്ന ലെയറിലോട്ട് മാറ്റാനായിട്ട് ആ ലൈൻ, ആ എലമെൻറ്റിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആക്സിസ് എന്ന് കൊടുക്കുന്നു. സെൻട്രൽ ലൈൻ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം കാണുമ്പോൾ നമുക്ക് ഏകദേശം സെൻട്രൽ ലൈനാണെന്ന് മനസ്സിലാവും. സൂം ചെയ്താലേ കുറച്ച് കാണാൻ നോക്കും, എന്നാലും കുഴപ്പമില്ല. സെൻട്രൽ ലൈനാണെന്നൊക്കെ സൂം ചെയ്താലെങ്കിലും മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഓരോ കമ്പോണൻ്റായിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. നമുക്ക് ഇനിയിപ്പം നമുക്ക് ആദ്യം ഈ ക്വാർട്ടർ എന്ന് പറയുന്ന ആ സാധനം നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ അതാണല്ലോ ഈസി. അപ്പോൾ ക്വാർട്ടർ എന്ന് പറയുന്ന സാധനം നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഹൈറ്റ് നിങ്ങൾക്കറിയാം, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 96 ആണ്. ഇതിൻ്റെ മിഡിലിൽ 30 ആണ്. ടേപ്പർ 1:24 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിൽ 32ഉം താഴെ 28ഉം ആണ് വരുന്നത്. പിന്നെ ഈ ഒരു കർവ് നമ്മൾ റാൻഡമായിട്ട് എടുക്കുന്ന ടൂൾ എടുത്തിട്ട് അങ്ങ് വരയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അതിന് വേറെ ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ എന്ന് പറയുന്ന കമ്പോണൻ്റ് നമുക്ക് ആദ്യം വരയ്ക്കാം ഇതിൽ. അപ്പോൾ ലൈൻ ടൂൾ എടുത്തു. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിഡിൽ തന്നെ വേണമെന്നില്ല, ഞാൻ മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 96 ആണ്. മുകളിലോട്ട് അപ്പം 48 ആയിരിക്കും. 48. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലെയർ കൊടുത്തില്ലായിരുന്നു. നമ്മൾ ഈ വരച്ച എലമെൻറ്റിന് തന്നെ ലെയർ കൊടുക്കാം. ഈ വരച്ച എലമെൻറ്റ് ലെയർ മാറ്റി ക്വാർട്ടറാണല്ലോ, ക്വാർട്ടർ ആക്കിയിട്ടുണ്ട്. ഇനി വരയ്ക്കുന്നതെല്ലാം ക്വാർട്ടറിൽ തന്നെ വരാനായിട്ട് ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് ഇനി നമ്മൾ ഏതെങ്കിലും വരച്ചാൽ ആ പർട്ടിക്കുലർ ലെയറിലായിരിക്കും വരുന്നത്. അപ്പം നമ്മളിവിടെ ഇത് 48 ആണ് എടുത്തത്. നമുക്ക് ആക്ച്വലി ടോട്ടൽ ലെങ്ത് എന്നുള്ളത് ടോട്ടൽ ലെങ്ത് 96 ആണ് വേണ്ടത്. അതിനുവേണ്ടി ഇവിടെ നിന്ന് 48 കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ടും 48 കൊടുക്കാം. 48 എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 48 ആയി. മൊത്തം 96 ആയിരിക്കും. ഇനി മുകളിൽ 32 എന്ന് പറഞ്ഞു. 32 സിമ്പിളായിട്ട് വരച്ച് പോവാം. 32 പറഞ്ഞു. വീണ്ടും അടുത്ത ടൂളിനെ വീണ്ടും എടുക്കാനായിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് വീണ്ടും ഇവിടെ 28 കൊടുത്തു. 28 കൊടുത്തു. ഇനി ഇവിടെ ജോയിൻ ചെയ്യണം. ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഓർത്തോ മോഡ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് വെർട്ടിക്കൽ ലൈനേ വരത്തുള്ളൂ. നമുക്ക് കുറച്ച് ആംഗുലർ ലൈനാണ് വരേണ്ടത്. അതിനുവേണ്ടി ഓർത്തോ മോഡ് ഓഫ് ചെയ്തിട്ട് എസ്കേപ്പ്. ഇതാണ് ക്വാർട്ടർ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ്. ഇതിൽ ചില എഡിറ്റിംഗ് ഒക്കെ വേണ്ടി വരും. അതായത് ഈ പോർഷൻ ഇത്രയും പോർഷനായിട്ട് ഹിഡൻ, അതായത് ഡോട്ടഡ് ഒക്കെ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ ആക്കാം. ഇതിപ്പം ക്വാർട്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് മൊത്തം ആയിട്ടുണ്ട്. ഇനി ഇതിനെ ബേസ് ചെയ്ത് ഈ ഒരു സ്പൈഗോട്ട്, ഇത് സോക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻ്റാണ്. സ്പൈഗോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തോട്ട് കയറുന്ന കമ്പോണൻ്റാണ്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറുന്ന കമ്പോണൻറ്റ് നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത്. അതായത് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ഡയമീറ്റർ 30 ആണ്. ഒന്ന് നോക്കിക്കോട്ടെ. ഡയമീറ്റർ, ആ പോർഷൻ്റെ ഡയമീറ്റർ, അതായത് ഈ എൻഡ് മുതൽ ഇതുവരെ എന്ന് പറയുന്നത് 30 ആണ്. അതിൻ്റെ ഡയമീറ്റർ 30 ആണ്. ഈ D2 എന്ന് പറയുന്ന ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് 18ഉം താഴോട്ട് 18ഉം ആയിരിക്കും. അപ്പോൾ 36 വരുന്നത്. ഇവിടെ സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് 15ഉം താഴോട്ട് 15ഉം ആണ്. ഈ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 mm ആണ്. അതും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 mm ആണ്. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 24 ആണ്. ഇഫ് ഐ ആം കറക്റ്റ്, 24 ആണ് ഈ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഡയമെൻഷൻ എല്ലാം നമുക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ വരച്ചു തുടങ്ങുന്നു.
പോർഷൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലൈൻ ടൂൾ എടുക്കുന്നു, ക്വാർട്ടർ മാറ്റി സ്പൈഗോട്ട് എന്ന് പറയുന്ന ലെയറിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരയ്ക്കുന്നതെല്ലാം ആ കളറിൽ ആയിരിക്കും വരുന്നത്. അത്രയേ ഉള്ളൂ. ആ കളറൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് ഒരു 3 mm മാറിയാണ് ക്ലിയറൻസ് വരേണ്ടത്. അതിന് കേഴ്സറിനെ ഇങ്ങോട്ട് നീട്ടി നമുക്ക് ഓർത്തോ മോഡോൺ ചെയ്യാം. ഓക്കെ, കേഴ്സറിനെ ഇങ്ങോട്ട് നീട്ടി 3 mm എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ 3 mm ആ ഒരു ലൈൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ പോർഷനിൽ. ഇനി മുകളിലോട്ട് ഒരു 15 ആണല്ലോ 30 ആണല്ലോ ഡയമീറ്റർ. അപ്പം 15 മുകളിലോട്ട് 15 കൊടുത്ത് ഇപ്പോൾ എത്രയാണ് 15. ഇനി ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ വാല്യൂ എത്രയാണെന്ന് നോക്കണം. അതായത് ഈ വാല്യൂ എത്രയാണെന്ന് നോക്കണം. അത് ഫിഗറിൽ തന്നിട്ടുള്ള നമ്മൾ ഐസോമെട്രിക് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ആ വാല്യൂ വന്ന് 24 ആയിട്ട് വരും. ഇത്രയും, അതായത് ഈ ലൈൻ മുതൽ ഈ ലൈൻ വരെയുള്ള അല്ലെങ്കിൽ ക്ലിയറൻസ് വരെയുള്ളതെന്ന് ഇരിക്കട്ടെ. ഇത് മുതൽ ആക്ച്വലി ഇതുവരെയുള്ളതാണ് 24. അപ്പം നമുക്ക് അത് ഇവിടെ വരയ്ക്കാം. ലൈൻ ടൂൾ എടുക്കുന്നു, ഇവിടെ നിന്ന് 24 ഇങ്ങോട്ട് എടുക്കുന്നു എന്ന് കരുതുക. ഞാൻ ഈ വരയ്ക്കുന്ന ലൈൻ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. 24 മുകളിലോട്ട് 15 എസ്കേപ്പ്. ഈ ലൈൻ ഡിലീറ്റ് ചെയ്തു, ഈ ലൈൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇത് വരച്ചു. ഇനി നമുക്ക് ലൈൻ ടൂൾ എടുക്കുന്നു. ഇത് ഒരു പഴി ആവുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് വരയ്ക്കുന്നത് എന്ന്. ഇവിടെ നിന്ന് എടുക്കുന്നു, ഇവിടെ നിന്നെടുത്ത് ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുകളിലോട്ട് പോകണം. ഈ ലൈൻ ഡിലീറ്റ് ചെയ്യുന്നു. നേരത്തെ വരുന്ന മുകളിലോട്ട് ഇവിടെ വരുന്ന ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ 18 വരും. 18 ഇങ്ങോട്ട് 12 ആണ്. പിന്നെ ഇവിടെ ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഈ ലൈൻ ഓക്കെ, അത് പിന്നെ ഡിലീറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഷാഫ്റ്റിൻ്റെ പോർഷൻ. ഈ ഷാഫ്റ്റിൻ്റെ പോർഷൻ വരണം. ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 24 ആണ്, അതായത് 12 ആയിരിക്കും. നടുക്കുന്ന സെൻട്രൽ ലൈനിൽ നിന്ന് 12 ആയിരിക്കും ഉള്ളത്. ഇവിടെ നിന്ന് 12 മുകളിലോട്ട് എടുക്കുന്നു, 12 ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഫ്രീ ലെങ്ത് ആണ്, ഇഷ്ടമുള്ള എടുക്കാം. നമുക്കൊരു 20 എടുക്കാം, ഇഷ്ടമുള്ള ഡയമീറ്റർ കൊടുക്കാം. ഓക്കെ, ഇനി താഴോട്ട് 24. ഇനി ഇങ്ങോട്ട് നമ്മൾ നേരത്തെ എടുത്ത കൂടെ 20 അല്ലേ കൊടുത്താൽ. ഓക്കെ, 20 കൊടുത്തു. ആ ഷാഫ്റ്റിൻ്റെ പോർഷനായി. ഇനി ഇങ്ങോട്ട് ഇത് കൊടുക്കാം. ഇനി വീണ്ടും ഇങ്ങോട്ട് താഴോട്ട് 36 ആയിരുന്നു. അപ്പോൾ 18, 12 താഴോട്ട് ഇതിവിടെ ക്രിയേറ്റായി. ലൈൻ വെക്കുന്നു. അത് ഇനി ഇവിടെ ഡോട്ട് ലൈനാണ്. ഓക്കെ, ഇത്രയുമായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ലൈൻസ്, ഈ ലൈൻസ് നമുക്ക് വേണ്ട. ഈ ലൈൻ ഇവിടെ ഡിലീറ്റ് ചെയ്ത് പോയില്ല. അപ്പോൾ ഈ ലൈൻ മാത്രമായിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് ട്രിം എന്ന ഓപ്ഷൻ നമ്മൾ ടൂൾ എടുക്കുന്നു. ട്രിം എടുത്തു കഴിഞ്ഞ ശേഷം ഇതായിരിക്കും ഇത്രയും പോർഷനാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഈ പഴയ വേർഷനൊക്കെ ആണെങ്കിൽ ട്രിം എന്ന ടൂൾ എടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യണം. എന്നിട്ട് ആണ് കട്ട് ചെയ്ത് കളയേണ്ട ആ ലൈനിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് ആ എൻ്റർ കീ പ്രസ് ചെയ്യേണ്ട. അതുകൊണ്ട് ജസ്റ്റ് ടൂൾ എടുക്കുന്നു, എന്നിട്ട് ആ ലൈനിലോട്ട് കൊണ്ടുകൊടുക്കുമ്പോഴേക്കും അതവിടെ കട്ടായി പോകുന്നു. ഇവിടെയും ലൈൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അതാ കട്ടായി പോകുന്നു. ഇപ്പോൾ ഇതല്ലേ, അപ്പം ഈ പോർഷൻ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വരച്ച പോർഷൻ ഏതാണെന്ന് മനസ്സിലായോ? ഒരു കാര്യം കൂടെ വരച്ചിട്ട് നമുക്കത് നോക്കാം. ഇവിടെ സ്പ്ലൈൻ എന്ന് പറയുന്ന ടൂളുണ്ട്. നമ്മൾ ആ സ്പ്ലൈൻ എടുക്കുന്നു. ആ സമയത്ത് സ്പ്ലൈൻ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഓർത്തോ മോഡ് ഓഫ് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ 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 ക്ലിക്ക് ചെയ്യുന്നു. ലാസ്റ്റ് എൻ്റർ. ആ കമാൻഡ് നിർത്താനായിട്ട് എൻ്റർ. ഓക്കെ, ഇനി ഈ ലൈനിൽ കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഏകദേശം മനസ്സിലായോ ഏത് പോർഷനാണ് നമ്മളിവിടെ വരച്ചെത്തിയതെന്ന്? ഈ പോർഷനാണ് ആക്ച്വലി വരച്ചത്. സൂം ചെയ്യാൻ നോക്കൂല. ഓക്കെ, അങ്ങനെയാണ് സൂം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ പോർഷനാണ് ഇപ്പം ഈ പോർഷനാണ് ഈ വരച്ചിരിക്കുന്നത്.
പിന്നെ ഈ പോർഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പോർഷനൊക്കെ നമുക്ക് വരയ്ക്കണം. അത് സോക്കറ്റാണ്. അപ്പോൾ സോക്കറ്റിൻ്റെ ആ ലെയറിൽ എടുത്തിട്ടായിരിക്കും നമ്മളിത് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്രയായിട്ടുണ്ട്. ഇനി ഈ ലൈൻ ഡോട്ടഡ് ലൈൻസാണ്, നമുക്ക് പിന്നെ വരയ്ക്കാം. അല്ലാത്ത കാര്യങ്ങൾ നമുക്കിപ്പോൾ വരയ്ക്കാം. അപ്പം ഇനി അടുത്തത് ഇങ്ങോട്ടുള്ള പോർഷൻ നമുക്ക് വരയ്ക്കാം. ഇത്രയും പോർഷൻ നമുക്ക് വരയ്ക്കാം. അപ്പം അതിന് വേണ്ടി വീണ്ടും ആ ലെയറിൽ തന്നെ നിൽക്കുകയാണ്. വീണ്ടും ലൈൻ കമാൻഡ് എടുക്കുന്നു. ഇവിടെ നിന്നുള്ള ഇങ്ങനെ നമുക്ക് എടുത്ത് ഇങ്ങോട്ട് നീക്കാം. എന്നിട്ട് ഇങ്ങോട്ട് നീക്കാം. ഇവിടെ എത്രയാണ് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കേണ്ടതെന്ന് ആക്ച്വലി അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാനൊക്കത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഐസോമെട്രിക് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ ലെങ്ത് എന്നുള്ളത് ഒരു 24 വരും, പിന്നെ ഒരു 5 വരും. 24ഉം 5ഉം കൂടെ വന്നതാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആദ്യം 24ൻ്റെ ലൈൻ നമുക്ക് ആദ്യം വരയ്ക്കാം. 24 വരച്ചു. മുകളിലോട്ട് 30 ആണല്ലോ, അപ്പോൾ 15 ഒരേ ലെവലിലാണ്. അതെ, ഒരേ ലെവലിലാണ്. അപ്പോൾ ഒരേ ലെവലിൽ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തു എസ്കേപ്പ്. ഈ ലൈൻ ആവശ്യമില്ല, ഡിലീറ്റ്. വീണ്ടും ലൈൻ എടുക്കുക. ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ട്, 3 mm ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഓട്ടോ മോഡ് ഓണാക്കി. ഓക്കെ, 3 mm അല്ലല്ലോ, അവിടെ ക്ലിയറൻസ് 5 mm ആണ്. ഐസോമെട്രിക് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ആ ക്ലിയറൻസ് 5 mm ആണ്. അങ്ങനെയാണെങ്കിൽ 5 ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും മുകളിലോട്ട് 15 എടുക്കുന്നു. ഓക്കെ, എസ്കേപ്പ്. ഈ പോർഷൻ വരച്ചു കഴിഞ്ഞു. ഇനി താഴോട്ട് ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാനുണ്ട്. അത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാനായിട്ടുള്ള ലെയർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ലെയർ നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. ഡോട്ടഡ് എന്ന പേര് കൊടുത്തു. കളർ ഏത് കൊടുക്കാം? ഓക്കെ, ലെറ്റ്സ് ട്രൈ പിങ്ക്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, പിങ്ക്. ഓക്കെ, ഡോട്ടഡ് എന്ന ലെയർ എടുത്തു. സോറി, അതിൻ്റെ ഇത് മാറ്റിയില്ലല്ലോ, നമ്മൾ ലൈൻ ടൈപ്പ് മാറ്റിയില്ല, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. ലോഡ് ഡോട്ടഡ് ആണ് വരേണ്ടത്. ഇത് നമ്മൾ നേരത്തെ ചൂസ് ചെയ്തു. വേറെ ഡോട്ടഡ് ലൈൻസ് ഇഡൻ ടു. ഓക്കെ, ഇഡൻ ടു നോക്കാം. ലുക്സ് ഫൈൻ. ഓക്കെ, ആ ലൈൻ ടൈപ്പ് ആക്കി. ഓക്കെ, അപ്പോൾ ആ ലെയറിലാണ് നിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഡോട്ടഡ് ലൈൻ ആയിരുന്നു. ഇങ്ങനെ വന്നു ഡോട്ടഡ് ലൈൻസ്, ഇങ്ങനെ വന്നു. വേണ്ട, ഈ ഡോട്ടഡ് ലൈൻസ് നമുക്ക് വൈറ്റ് തന്നെ മതി. ദാറ്റ് വുഡ് ബി ബെറ്റർ. ഓക്കെ, ഡോട്ടഡ് ലൈൻസ് ആണല്ലോ. ഓക്കെ, വീണ്ടും ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15 ഉണ്ട്. പിന്നെ ഇവിടെ നേരെ സ്ട്രെയിറ്റിങ് വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്ന പോലെയാണ്. അവിടെ ഉണ്ട്, എസ്കേപ്പ്. പിന്നെ ഇവിടെ നിന്ന് ഡോട്ടഡ് ലൈൻ ഉണ്ട്. അതുപോലെ ഇവിടെ ഡോട്ടഡ് ലൈൻ. ഓക്കെ, ഇത്രയും ആയിട്ടുണ്ട്. ഇത്രയായെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഫിഗർ. ഏത് ഫിഗറാണെന്ന് അറിയാമല്ലോ. ഈ സ്പൈഗോട്ട് എന്ന് പറയുന്ന ഇതാണുള്ളത്. ഇനി ഇവിടെ ഇങ്ങോട്ടുണ്ട്. നമുക്കിത് ഡോട്ടഡ് ആക്കണം, പിന്നെ ആക്കാം. ഇതും കൂടെ സോക്കറ്റും കൂടെ വരച്ച് ഡീപ്പാകാം, ഡോട്ടഡ് ആക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ സോക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ വരയ്ക്കാം. ഈ ഒരു പോർഷനും ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വീണ്ടും ലൈൻ ടൂൾ എടുക്കുന്നു. ഇത് മാറ്റട്ടെ, സോക്കറ്റ് ഇത് മാറ്റി, ലെയർ മാറ്റി. ഇനി അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് മുകളിലോട്ട് 30. ഡയമീറ്റർ 60 ആയതുകൊണ്ട് 30. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കോട്ടെ, 24 ഇസ് ഗിവിങ് us 24. 24 കൊടുത്തു. താഴോട്ട് വരും. താഴെ വന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി.
ഈ പോർഷനായി. അതുപോലെ ഇവിടെ താഴേക്ക് ഇവിടെ നിന്ന് ഡയമീറ്റർ 60 ആവാം 30 ആൻഡ് ദെൻ ഇത് ഇങ്ങോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതിപ്പം ഈ പോർഷനായിട്ടുണ്ട്. ഇനി ആ സോക്കറ്റിൻ്റെ ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് 48 ആണ്. 48 ആണ്. അപ്പോൾ ആ പോർഷന് നമുക്ക് ഇനി ഒന്ന് വരയ്ക്കാം. ഇവിടെ വരുന്ന ഈ ഒരു 48 വരണം. അപ്പോൾ അതിനുവേണ്ടി ടൂൾ എടുക്കുന്നു. ടൂളെടുത്തു. ഇവിടുന്ന് ഓർത്തോ മോഡ് ഓണാണ്. 48ൻ്റെ ലൈൻ 48 അല്ല 24 ആണ്. സെൻട്രൽ ലൈനിൽ നിന്ന് 24 മുകളിലേക്ക്. ദെൻ സ്ട്രെയിറ്റ് ഇങ്ങോട്ടുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള ഇതെന്ന് പറയുന്നത് 24 + 5 + 12 ആണ്. 24 + 5 29 + 12 41 കൊടുത്തു. ഓക്കെ, താഴേക്ക് ഇങ്ങോട്ട് 24 വരും. അത് നേരെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യും. ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഈ പോർഷൻ എല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പം ഈ ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. ഈ പോർഷൻ അങ്ങ് ട്രിം ചെയ്ത് കളയണം. ട്രിം എന്ന ടൂൾ എടുക്കുന്നു. പഴയ വേർഷൻ ഓട്ടോകാഡ് ആണെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് ഈ പോർഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഷാഫ്റ്റിൻ്റെ പോർഷൻ 24 ആണ്. അപ്പം 12 ദെൻ ഒരു 20 താഴോട്ട് 24 ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു. ദെൻ സ്പ്ലൈന് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓർത്തോ മോഡ് ഓഫ് ചെയ്യണം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തു, 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 ഇവിടെ ക്ലിക്ക് ചെയ്തു. എൻ്റർ കീ ഡിലീറ്റ്. എത്രയും ആയിട്ടുണ്ട്. എത്രയാണുള്ളത്. അപ്പം ഇവിടെ ഇനിയൊരു ക്ലിയറൻസിൻ്റെ ആ ഒരു സംഭവം കൂടെ വരും. അപ്പം ഇത് സെയിം ആംഗിളിലാണ് ആ ക്ലിയറൻസ് പോയിട്ടുള്ളത്. അപ്പം നമുക്ക് ആ സെയിം ആംഗിൾ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലേറ്റസ്റ്റ് ട്രൈ ഇതല്ലേ ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്നതുകൊണ്ട് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുന്നു. ആ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 mm ആണ്. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 3 കൊടുക്കുന്നു. ഓഫ്സെറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ട്രിം ചെയ്ത് കളയുന്നു. ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയുന്നു. ആൻഡ് ഹിയർ നമ്മൾ ട്രിം ചെയ്ത് കളയുന്നു. ഇവിടെയും അത് വേണ്ട. ഹിയർ ആൻഡ് ഹിയർ. ഓക്കെ, ഇത് ആക്ച്വലി ക്വാർട്ടറിൻ്റെ അല്ല, നമ്മൾ സോക്കറ്റിൽ ഇതാ ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് സോക്കറ്റിൻ്റെ ലെയർ കൊടുക്കുന്നു. ഇവിടെ കറക്റ്റായി. ഇവിടെ ഡോട്ടഡ് ആണ് വരേണ്ടത്. ഡോട്ടഡ് ലെയറും കൊടുത്തു. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും ഡോട്ടഡ് ആണെങ്കിൽ. ഫൈൻ. അപ്പോൾ ക്ലിയറൻസ് കൊടുത്തു. ഇവിടുത്തെ ഈ ലൈൻ വേണ്ടല്ലോ, സോറി, പോർഷൻ വേണ്ട. ട്രിം ടൂൾ എടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ബാക്കിയെല്ലാം ഫൈൻ ആണെന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ല. ആക്ച്വലി ഇവിടെ ഒരു ഡോട്ടഡ് ലൈനിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഡോട്ടഡ്. ഓക്കെ, I think we have finished the drawing. വേറെ ഒന്നുമില്ല. ഇത് തന്നെ. ഇവിടുത്തെ ഈ കോട്ടറിൻ്റെ ആ ഒരു കർവ് വിട്ടുപോയി. ഇപ്പോൾ കോട്ടർ ആർക്ക് സ്റ്റാർട്ട് എൻഡ് റേഡിയസ് ഈ ഓപ്ഷൻ എടുക്കാം. സ്റ്റാർട്ട് എൻഡ് റേഡിയസ്. ആദ്യം സ്റ്റാർട്ടിങ് പോയിൻ്റ്, എൻഡിങ് പോയിൻ്റ് ആൻഡ് ദെൻ ഫൈനായിട്ട് റാൻഡമായിട്ട് നമുക്ക് കൊടുക്കുകയാണ് വാല്യൂ. ഓക്കെ, അങ്ങനെ കിട്ടി. വീണ്ടും സ്റ്റാർട്ട് എൻഡ് റേഡിയസ്. സ്റ്റാർട്ട്
എൻ്റെ റാൻഡമായിട്ടൊന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഏകദേശം ഓക്കെ ആവുന്ന രീതിയിൽ നിങ്ങളങ്ങ് വരയ്ക്കുക. അപ്പോൾ ആ പോർഷനും ആയിട്ടുണ്ട്. കംപ്ലീറ്റായി, ഏകദേശം കംപ്ലീറ്റായി. നമുക്ക് ഹാച്ചിങ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ പോർഷൻ ഇനി ഹാച്ചിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാച്ചിങ്ങിൻ്റെ ടൂൾ എടുക്കാം. ഹാച്ച് നമുക്ക് ഈ ഡീഫാൾട്ട് ലെയറിലങ്ങ് വരക്കാം. അപ്പോൾ വൈറ്റ് കളറിൽ വരും ഹാച്ച്. അപ്പോൾ ഹാച്ചിങ്ങിന് വേണ്ടി ഹാച്ചിങ്ങിൻ്റെ ടൂൾ ഇവിടെ ഉണ്ട്. ഹാച്ചിങ് ടൂൾ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിബൺ ഇൻ്റർഫേസ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരും. നമുക്ക് ഈ പാറ്റേൺ ഈ പാറ്റേൺ ചൂസ് ചെയ്യുന്നു. പിക്ക് പോയിൻറ്റ്സ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഏരിയയിലാണോ വേണ്ടത് ആ ഏരിയ ചൂസ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നു. അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റായി. ഇനി അതുപോലെ നമുക്ക് മറ്റ് ഈ പോർഷനിലും സോക്കറ്റിലെയും ഹാച്ചിങ് കൊടുക്കാം. അതിന് വേണ്ടി ഇതിപ്പം ഈ ഡയറക്ഷനിലാണ് ഹാച്ചിങ് വന്നത്. നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഈ പോർഷന് വരാൻ. ഇങ്ങനെ വരാൻ പാടില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ആംഗിളിൻ്റെ അവിടെ 90 എന്ന് കൊടുത്തു നോക്കാം. ദെൻ കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഹാച്ചിങ്. ഇവിടെ കൂടെ കൊടുക്കാണ്ടായിരുന്നു. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലൈനോ അല്ലെങ്കിൽ ഈ ഫ്രീ ഹാൻഡ് സ്കെച്ചിൽ വരച്ചിട്ട് ഫ്രീ ഹാൻഡ് സ്കെച്ചിനുള്ള ഓപ്ഷൻ ഇവിടെ എന്തോ ഉണ്ട്. അത് വെച്ചിട്ട് ഇവിടെ മാത്രമായിട്ട് ഒന്ന് കൊടുത്തിട്ട് ഈ പോർഷനിൽ മാത്രം വരുന്ന ഇതിൽ ഹാച്ചിങ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നും വരത്തില്ല. അങ്ങനെ കൊടുക്കാം. നമ്മുടെ ഫിഗറിൽ അങ്ങനെയാണ്. അത് നിങ്ങളങ്ങ് ട്രൈ ചെയ്താൽ മതി. അതാണ് ഇങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ചിൽ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ഈ പോർഷനിൽ മാത്രമായിട്ട് ഹാച്ചിങ് കൊടുക്കാം. അത് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ വരച്ച് കഴിഞ്ഞു. ഐ തിങ്ക് ഇത് കറക്റ്റാണെന്ന് തോന്നുന്നു. മിസ്റ്റേക്ക് ഒന്നും ഞാനിപ്പോൾ കാണുന്നില്ല. ഇനി അടുത്തത് എൻഡ് വ്യൂ. അത് നമുക്ക് വരയ്ക്കാം. എൻഡ് വരയ്ക്കാനായിട്ട് സെൻട്രൽ ലൈൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങണമായിരുന്നു. അപ്പോൾ അതിന് ആ സെൻട്രൽ ലൈൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ട്രെച്ച് എന്ന ഓപ്ഷൻ വരും. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ അങ്ങ് ഡയറക്റ്റായിട്ട് അങ്ങ് സ്ട്രെച്ച് ചെയ്യാം. ഇത് ലേറ്റസ്റ്റ് ഓട്ടോകാഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിൻഡോ വന്നത്. പഴയ ഓട്ടോകാഡാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ വരത്തില്ല. ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കിയാൽ മാത്രം മതി. അതങ്ങ് നീങ്ങിക്കോളും. കുറച്ച് ലെങ്ത് കൂടിക്കോളും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആക്സിസ് ഞാൻ കുറച്ച് നീട്ടി. ഇനി അത് വരയ്ക്കുകയാണ്. നമ്മൾ ഇനി എൻഡ് വ്യൂ, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള സൈഡ് വ്യൂ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം സർക്കിൾ, കുറേ സർക്കിൾസ് ആണല്ലോ ഉള്ളത്. സർക്കിൾ ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ ഇടയ്ക്ക് ക്ലിക്ക് ചെയ്യാനൊക്കത്തില്ല. കാരണം ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ഈ ഒബ്ജക്റ്റ് സ്നാപ്പ് ഓഫ് ചെയ്താലും കിട്ടത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. സർക്കിളാണല്ലോ വരയ്ക്കേണ്ടത്. അപ്പം വെർട്ടിക്കൽ ആക്സിസും കൂടെ വരയ്ക്കേണ്ടതായിട്ട് വരും. ആക്സിസ് എടുത്തു, ടൂൾ എടുത്തു. ഓക്കെ, വെർട്ടിക്കൽ ആക്സിസ് വരച്ചു. ഇനി നമുക്ക് സ്പൈഗോട്ട് ലെയർ എടുത്തു. അതിലുള്ള സർക്കിളാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇത് കൊടുത്തു. സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ട് ആ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ വിച്ച് ഈസ് 24 കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യം ഈ ഷാഫ്റ്റിൻ്റെ ഇതായിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ കാണും. അപ്പോൾ അതിന് വേണ്ടി അതും ഈ സോക്കറ്റ് എന്ന് പറയുന്ന അതിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 36 ആണ്. 36 കൊടുത്തു. ഇനി അടുത്ത നമ്മൾ കാണുന്നത് ഈ പോർഷൻ്റെ സൈഡ് വ്യൂ ആണ് വരുന്നത്. 36 എന്ന് പറഞ്ഞാൽ എത്രയായല്ലോ. സർക്കിൾ നമ്മൾ ആക്ച്വലി നേരത്തെ റേഡിയസ് ആണ് കൊടുത്തത്. നമുക്ക് ഡയമീറ്ററിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഡയമീറ്ററിന് കൊടുത്താൽ മതി. അപ്പോൾ മിസ്റ്റേക്ക്. അപ്പോൾ ഡയമീറ്ററിൻ്റെ ഓപ്ഷനാണ് ഇപ്പം കറക്റ്റായിട്ട് വരും. ഡയമീറ്ററിൻ്റെ ഓപ്ഷൻ എടുത്തു. നമുക്ക് ഏതാണെന്ന് ഇവിടെ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സെൻറ്റർ പോയിൻ്റ് ഓഫ് ദി സർക്കിൾ ചോദിക്കുന്നുണ്ട്. സെൻറ്റർ പോയിൻ്റ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. റേഡിയസ് അല്ല, ഡയമീറ്റർ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വായിക്കുമ്പോൾ തന്നെ അറിയാം. സ്പെസിഫിക് റേഡിയസ് ഓഫ് ഡയമീറ്റർ ഓർ ഡയമീറ്റർ. ഡയമീറ്ററിന് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ സ്പെസിഫിക് റേഡിയസ് ഓഫ് ദി സർക്കിൾ ഓർ ഡയമീറ്റർ. ഓക്കെ, ടൈപ്പ് 12 എന്ന് പറയുന്ന റേഡിയസ് ആണ്. 12 പോരാ,
ഓപ്ഷൻ ഒന്നുകൂടെ എടുക്കട്ടെ. സെൻറ്റർ ഡയമീറ്റർ എന്ന ഓപ്ഷനാണ് എടുത്തത്. അപ്പോൾ ഡയമീറ്ററാണ് കൊടുക്കേണ്ടത്. ഡയമീറ്റർ 24. ഇതാണ് 24. ഇനി വീണ്ടും സർക്കിൾ സെൻറ്റർ ഡയമീറ്റർ എന്ന ഓപ്ഷൻ എടുത്തു. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 36, അതായത് ഈ പോർഷൻ്റെ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് 60 ആണ്. അപ്പോൾ അതിനുവേണ്ടി സർക്കിളിൻ്റെ സെൻറ്റർ ഡയമീറ്റർ ഓപ്ഷൻ എടുത്തു. 60 വന്നു. ഇത് ആക്ച്വലി സ്പൈഗോട്ടല്ല, സോക്കറ്റിലാണ്. നമുക്ക് ഇങ്ങനെ ലെയാണ് ചേഞ്ച് ചെയ്യാം. സോക്കറ്റ് കൊടുത്തു. ഓക്കെ, ആയില്ല. സോക്കറ്റിലായിട്ടുണ്ട്. അപ്പം സർക്കിൾസ് വരച്ചു. ഇനി അടുത്തത് ഈ ക്വാർട്ടറിൻ്റെ സൈഡ് വ്യൂ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ക്വാർട്ടറിൻ്റെ ലെയർ എടുക്കുന്നു. ദെൻ ലൈൻ നടുക്കുന്നതിൻ്റെ ക്വാർട്ടറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8 mm ആണ്. ഇഫ് ഐ ആം കറക്റ്റ്, 8 mm ആണ്. അപ്പം മിഡിൽ നിന്ന് സൈഡിലോട്ടൊരു 4 mm, ദെൻ 48 ഓട്ടോ മോഡ് ഓൺ ആണ്. 48, ദെൻ 8, താഴോട്ട് 96. I hope you are understanding. 8 ക്വാർട്ടർ വെച്ചു. ഓക്കെ, ക്വാർട്ടർ വെച്ചു. ആൻഡ് ദെൻ മുകളിൽ ഇതിൻ്റെത് കാണിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പോർഷൻ കൂടെ നമ്മൾ റഫായിട്ട് വരയ്ക്കുന്നു. വലിയ കാൽക്കുലേഷനൊന്നും നോക്കണ്ട, നമ്മൾ റഫായിട്ട് എടുത്തങ്ങ് വരയ്ക്കുന്നതന്നേ ഉള്ളൂ. ഓക്കെ, ആക്ച്വലി ഇതേ ലെവലിൽ ഇത് വരണം എന്നാണ്. ഇതിപ്പോൾ വന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റാക്കുക. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റാക്കിയാൽ മതി. ഇതും ഇതേ ലെവൽ, ഈ മുകളിലത്തെ ഈ ലെവലിൽ ഇതും വരണം എന്നാണ് പറയുന്നത്. അത് വന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ടാക്കാം. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം ലൈൻസിനെ. ഏകദേശം ആയെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. ബാക്കി നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതും കൊടുത്തു. ഇനി ഇടയ്ക്കുള്ള പോർഷൻ നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഡോട്ടഡ് ആണ് വരേണ്ടത്. അപ്പം അതിനു വേണ്ടി നമുക്ക് ഈ ലൈനിന് ഇത്രയും പോർഷൻ, അതായത് ഈ ലൈനിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോർഷൻ ഡോട്ടഡ് ആക്കണം. അങ്ങനെ അത്രയും പോർഷൻ ഡോട്ടഡ് ആക്കാനായിട്ട്, ഇതിപ്പോൾ സിംഗിൾ ലൈനാണ്, ഒറ്റ ലൈനാണ്. അപ്പോൾ അതിനെ ആദ്യം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ആ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്, അതായത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ടൂൾ ഉണ്ടായിരുന്നു. നോക്കട്ടെ, ബ്രേക്ക് എന്ന് പറയുന്ന ഒരു മോഡിഫൈ ബ്രാക്കറ്റ് പോയിൻ്റ്. ആ ടൂൾ എടുക്കുന്നു. ആദ്യം ഒബ്ജക്റ്റ് ഏതാണ് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട്. ആ സിംഗിൾ ലൈൻ ഇവിടെ വെച്ച് ബ്രേക്കാക്കി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ടൂൾ എടുക്കുന്നു, ബ്രേക്ക് എന്ന ടൂൾ എടുക്കുന്നു, ലൈൻ സെലക്ട് ചെയ്യുന്നു, എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് ആ പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിനെ ഈ ഡോട്ടർ ലെയറിലോട്ടാക്കാം. ആക്കി. അതുപോലെ തന്നെ ഇവിടെ ആ ലൈനെ കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് സെലക്ട് ചെയ്യുന്നു, പോയിന്റ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വീണ്ടും ടൂൾ എടുക്കുന്നു, എലമെൻറ്റിനെ സെലക്ട് ചെയ്യുന്നു, പോയിന്റ് സെലക്ട് ചെയ്യുന്നു. ഇത് ഡോട്ടഡാക്കി, ഇതും ഡോട്ടഡാക്കി. ഓക്കെ, ഡോട്ടഡാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഹാച്ചിങ്ങും കൂടെ ഉണ്ട്. അല്ലാതെ ബാക്കിയെല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഒന്ന് കണ്ടിട്ട് ബാക്കി ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യാൻ നമുക്ക് ഹാച്ചിങ്ങും കൂടെ കൊടുക്കാം. ഹാച്ചിങ് ഇത് തന്നെയാണ്. ആംഗിൾ 0, പിക്ക് പോയിൻറ്റ്സ് ഇവിടെ ഇപ്പം ഇൻഡിവിജ്വലി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഉദ്ദേശിച്ചത് ഈ പോർഷൻ ഫുള്ളാണ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയെന്ന് കരുതാം.
ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു. പക്ഷേ തീർന്നില്ല, നമ്മൾ 2 വ്യൂസ് വരച്ചു. ഒന്ന് സേവ് ചെയ്യണം. എവിടെ സേവ് ചെയ്യണമെന്തോ? ഓക്കെ, ഡ്രോയിങ് ടു LLP. യാ, ഓക്കെ, സേവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സേവ് ചെയ്യണം, ഓരോ 5 മിനിറ്റ് കൂടെ സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഡ്രോയിങ് ഇതായി പോവും. നമുക്ക് ഈ മൊത്തം സംഭവത്തിന് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. എലമെൻസിനെ മൊത്തം സെലക്ട് ചെയ്തു, മൂവ് എന്ന് പറയുന്ന ടൂളുണ്ട്. എന്നിട്ട് അതിനൊരു ബേസ് പോയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓർത്തോ മോഡ് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഹൊറിസോണ്ടലായിട്ട് അത് മൂവ് ചെയ്യും. യാ, മൂവായില്ല, സോറി, ഒന്നുകൂടെ എടുക്കാം. ഹാച്ചിങ്ങിൻ്റെ എന്തോ പ്രോബ്ലമാണ് ഇപ്പോൾ. യാ, മോഡ് ടൂൾ എടുത്തു, ബേസ് പോയിൻറ്റ് സെലക്ട് ചെയ്ത് ആൻഡ് ഇറ്റ് വിൽ മൂവ് ആയില്ല. പോയിൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് നോട്ട് വർക്കിംഗ്, വേറെ എന്തോ ഇഷ്യൂ ആണ്. ഞാൻ മൂവായി. ഓക്കെ, രണ്ടാമത് ക്ലിക്ക് ചെയ്താൽ, അതായത് ബേസ് പോയിൻറ്റ് സെലക്ട് ചെയ്ത് രണ്ടാമത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, മൂവ് ആയിട്ടുണ്ട്. ആ വ്യൂവിനെ മുഴുവനായിട്ട് നമ്മൾ മൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ എന്നൊക്കെ എഴുതണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ടൂൾ എടുക്കുന്നു. എന്നിട്ട് എവിടെയാണ് വരേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യപ്പോഴേക്കും ക്ലിക്ക് ചെയ്തൊരു ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാം. മൾട്ടി ലൈൻ ടെക്സ്റ്റാണ് നമ്മൾ ഓപ്ഷൻ എടുത്തത്. ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇതവിടെ വിൻഡോ എല്ലാം വരും. ഇവിടെ വെച്ച് ഫോണ്ട് ചേഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനും എല്ലാം ഉണ്ട്. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. ക്യാപ്സ് ലോക്ക് കൊടുത്തു. ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ ടൈപ്പ് ചെയ്തത് ഈ ക്വാർട്ടർ എന്ന് പറയുന്ന ലെയറിലാണ്. നമുക്കത് പിന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് ഇത്രയാണ് വന്നത്. നമുക്ക് അത്രയും സൈസ് പോരാ, സൈസ് വലുതാക്കണം. അപ്പോൾ അതിന് ഇവിടെ 2.5 എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലെറ്റ്സ് ട്രൈ 5. ഓക്കെ, ഇല്ല, വർക്കായില്ല. ഫൈവ് ഒരുപാടായിപ്പം വന്നാലും കുഴപ്പമില്ല. യാ, ഓക്കെ, ലെയർ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ആ കീലിനെ ഫോട്ടോ മൂവ് ചെയ്ത് ഓക്കെ. ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ. ഇനി ഇതിനെ തന്നെ നമുക്ക് കോപ്പി ചെയ്ത് ഇപ്പുറത്തോട്ടിടാം. എന്നിട്ട് അതിന് എഡിറ്റ് ചെയ്താൽ മതിയല്ലോ. കോപ്പി എന്ന ടൂൾ എടുത്തു, ഒരു ബേസ് പോയിൻ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ തന്നെ അവിടെ ഫൈൻ, കുഴപ്പമില്ല, എസ്കേപ്പ്. അവിടെ ക്രിയേറ്റ് ചെയ്തു. അവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂ മൊത്തം ഓഫ് ചെയ്തിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇനി അതുപോലെ തന്നെ അതിൻ്റെ വലിയ ഹെഡിങ് പോലെ നമുക്ക് ഇവിടെ കൊടുക്കാം. സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻറ്റ്, സൈസ് 7 കൊടുക്കാം. ഓക്കെ, ഒരുപാട് കൂടിപ്പോയോ? കുഴപ്പമില്ല, ഇല്ല, ഒരുപാട് കൂടിയില്ല. ഐ തിങ്ക് സൈസ് കുറച്ചും കൂടെ കൂട്ടാൻ തോന്നുന്നു. 7 അവിടെ 10 ആവട്ടെ. സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻറ്റ് ലെയർ ഡീഫോൾട്ട് ലെയറിലോട്ടാക്കി. ഓക്കെ, ഇത്രയുമായി നമ്മൾ ഡയമെൻഷൻ ചെയ്തില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത ഡയമെൻഷൻ ചെയ്യാം. സേവ് ചെയ്തു. ഓക്കെ, അപ്പം ഡയമെൻഷൻ വേണ്ടിയുള്ള ലെയർ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ലെയറിലോട്ട് മാറ്റി ഇനി ഡയമെൻഷൻ കൊടുക്കാനായിട്ട് അനോട്ട് എന്ന് പറയുന്ന ആ ടാബിലോട്ട് പോകുന്നു. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഹോമിൽ തന്നെ ഇവിടെ ഡയമെൻഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുന്ന ഈ അനോട്ട് എന്ന് പറയുന്ന അതിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് ഡയമെൻഷൻ സാമ്പിൾ ചെയ്ത് നോക്കാം. ഡയമെൻഷൻ ടൂൾ എടുക്കുന്നു.
ഇവിടെ ക്ലിക്ക് ചെയ്തു യാ 24 എന്ന് ഇവിടെ വന്നു. ഓക്കെ, സൈസ് സോറി, അതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി നോക്കാം. അപ്പം അതിനു വേണ്ടി നമുക്ക് ഈ ക്ലിക്ക് ചെയ്യപ്പോൾ ഓക്കെ, സ്റ്റാൻഡേർഡാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈല്. സ്റ്റാൻഡേർഡ് എന്ന സ്റ്റൈല് ഓക്കെ, ഈ ആരോട് ക്ലിക്ക് ചെയ്യപ്പോഴാണ് ഈ വിൻഡോ വരുന്നത്. സ്റ്റാൻഡേർഡ് എന്ന സ്റ്റൈലാണ് ചൂസ് ചെയ്തത്. മോഡിഫൈ എടുത്തു. ടെക്സ്റ്റിൻ്റെ സൈസാണ് കൂട്ടേണ്ടത്. ടെക്സ്റ്റ് ഹൈറ്റ് 0.18 ആണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെ 0.18 മാറ്റി. ഓക്കെ, ലെറ്റ്സ് ട്രൈ 0.5. അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ലൈൻ ഹൊറിസോണ്ടൽ. ഓക്കെ, അത് പിന്നെ ചേഞ്ച് ചെയ്ത് നോക്കാം. 0.5 ടെക്സ്റ്റ് ഹൈറ്റ് 0.5. പ്രൈമറി യൂണിറ്റ്സ് പ്രിസിഷൻ എത്രയാണ്? ഓക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ പ്രിസിഷൻ 0.00. ക്ലോസ്. നമുക്കൊന്നും കൂടെ ഡയമെൻഷൻ ചെയ്ത് നോക്കാം. ഒരുപാട് കുറഞ്ഞു. ആക്ച്വലി സ്റ്റാൻഡേർഡ് വന്നപ്പോൾ ഒരുപാട് കുറഞ്ഞു. മോഡിഫൈ ടെക്സ്റ്റ് ഹൈറ്റ് 3 അലൈൻഡ് വിത്ത് ഡയമെൻഷൻ ലൈൻ കൊടുത്ത് നോക്കാം. പ്രൈമറി യൂണിറ്റ്സ് 0. ഓക്കെ ആൻഡ് ക്ലോസ്. ആക്ച്വലി ആരോയുടെ സൈസ് ഒരുപാട് കുറഞ്ഞുപോയി. ആരോയുടെ സൈസിനെ മോഡിഫൈ ചെയ്യാം. ആരോയുടെ സൈസ് സിമ്പിൾസ് ആൻഡ് ആരോയുടെ സൈസ് അതും 3 കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. ആ ഷാഫ്റ്റിന് ഇത് കൊടുത്തു. ഇനി ഒരു ടെക്നിക്ക് കാണിക്കാം. ഞാൻ ഇവിടുത്തെ വാല്യൂ ഞാനിവിടെ കൊടുക്കുന്നു 12. ഓക്കെ, 12 എന്ന് ഞാൻ അവിടെ കൊടുത്തു. പിന്നെ അതവിടെ ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ടൂളുണ്ട്. ആ ടൂൾ എടുത്തിട്ട് ഇപ്പം നോക്കുക. അപ്പം ഇതുവരെയാണെങ്കിൽ 24 ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ ഡയമെൻഷൻ കറക്റ്റ് അവിടെ വന്നോളാം. കറക്റ്റ് ഇതനുസരിച്ച് ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിന് വന്നതാണ്. അപ്പോൾ അതിന് കണ്ടിന്യൂ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡയമീറ്റർ നമുക്കിവിടെ കൊടുക്കാം. ആക്ച്വലി ഇതും ഡയമീറ്റർ ആയിരുന്നു. 24 എന്നുള്ള ഡയമീറ്റർ എന്ന് പറയുന്ന ആ സിമ്പിൾ കൊടുക്കാനായിട്ട് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ അവിടെ ഈ സിമ്പിൾ എന്ന് കൊടുത്തിട്ട് ഡയമീറ്റർ ഡയമീറ്റർ 24 വന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ 36 അതിൻ്റെ ഫ്രണ്ടിൽ ഡയമീറ്റർ ഉണ്ട്. 36. ഇതല്ലാതെ നമുക്ക് ഡയമീറ്റർ ഇങ്ങനെ കൊടുക്കാമെന്ന് തോന്നുന്നു. വെയിറ്റ്, റേഡിയസ് ഇല്ല. ഓക്കെ, അത് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ വേറെ കാണിക്കാം. ഡയമീറ്റർ 60. ഇവിടെ നമുക്ക് വാല്യൂ എഡിറ്റ് ചെയ്യാം. ഡയമീറ്റർ ഓക്കെ, ഡയമീറ്റർ എല്ലാം കൊടുത്തു. ഡയമെൻഷന് റെഡ് കളർ തന്നെ കൊടുക്കണമെന്നില്ല. ഞാൻ വെറുതെ കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റൊക്കെ ആക്കാം. ഇവിടുത്തത് 48 ആണ്. അപ്പോൾ ആ ഡയമെൻഷൻ 48. ഇവിടെ ഒരു 30 ഉണ്ടായിരുന്നു.
ആണ്. ഓക്കെ, ആക്സിസ് ലൈൻ കളഞ്ഞപ്പോഴാണ് ഡയമെൻഷൻസ് കാണാൻ പറ്റുന്നത്. പക്ഷേ ആക്സിസ് ലൈൻ കളയാൻ പാടില്ല. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ടെക്സ്റ്റ് മിഡിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ. നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മോഡിഫൈയിൽ പോയി ഈ ടെക്സ്റ്റിൽ ചെന്നിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ടെക്സ്റ്റ് പ്ലേസ്മെൻറ്റ്, അത് ഹൊറിസോണ്ടലിൽ സെൻറ്റർ മാറ്റി നമുക്ക് സൈഡിലോട്ടാക്കാം. ഇതെല്ലാം സൈഡിലോട്ടാക്കാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ വെർട്ടിക്കലി ഉള്ള ഡയമെൻഷൻ്റെയും അത് ലൈൻ്റെ എബോവ് ആക്കണമെന്നോ ഔട്ട് സൈഡ് ആക്കണമെന്നോ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഈ ഡയമെൻഷൻ ടെക്സ്റ്റ് സൈഡിലോട്ട് വരുന്നതായിട്ടൊക്കെ രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്താൽ മതി, ഞാനായിട്ടത് കാണിക്കുന്നില്ല. ഇവിടെ റേഡിയസ്, നമ്മൾ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡയമീറ്റർ എന്ന ആ ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ, എന്നിട്ട് ഒരു സർക്കിൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ ഡയമീറ്റർ പകരം റേഡിയസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഡയമെൻഷൻ കൊടുക്കാം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആൾറെഡി ഈ ഡയമെൻഷൻ ഇവിടെ കൊടുത്തതുകൊണ്ട് ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണെന്നാലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡയമെൻഷൻ കൊടുക്കാം. ഈ വ്യൂവിൽ നമുക്ക് അതിൻ്റെ തിക്നെസ്, ഈ കോട്ടണിൻ്റെ തിക്നെസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ കോട്ടണിൻ്റെ ഹൈറ്റ് ആക്ച്വലി ഇവിടെ നിന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, 96 ആയിരുന്നു ഹൈറ്റ്. 96. ഓക്കെ, അതെല്ലാം കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡയമെൻഷനിങ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, എല്ലാം കഴിഞ്ഞോ? ആക്ച്വലി ഇല്ല, കഴിഞ്ഞില്ല. ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്പർ ഇവിടെ കൊടുത്തില്ലല്ലോ, 1 2 3 നമ്പർ കൊടുക്കാനായിട്ട് ലീഡർ എന്ന് പറയുന്ന ഇതുണ്ട്. ഇതാണ് ആദ്യത്തെ കമ്പോണൻറ്റ്. നമുക്ക് നമ്പർ 1 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇത് 0 എന്ന് പറയുന്നത് ഈ ലെയറിൽ മതി, കാണാൻ കുറച്ച് സമാധാനമുണ്ട്. ഓക്കെ, 1 ആയി. ദെൻ ഹിയർ 2 അഗെയിൻ ഈ ലെയറിലോട്ടാക്കട്ടെ. ഓക്കെ, അടുത്തത് 3 ഹിയർ. മൂന്നതും കൊടുത്തു. അപ്പം അതുപോലെ നമുക്ക് ടേബിളും കൊടുക്കണമല്ലോ. ഇവിടെ നമ്മുടെ ഫിഗറോടെ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇനി നമുക്ക് ടേബിളും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ടേബിളും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഈ ടേബിളിന് 1 2 3 4 കോളംസും 1 2 3 4 റോസ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഐറ്റം ലിസ്റ്റ് എന്ന് പറയുന്ന ഹെഡിങ്ങും കൂടെ കൊടുക്കാം. അപ്പം മൊത്തം 5. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ടേബിൾ അതിൻ്റെ ഓപ്ഷൻ ഇതാണ്. ക്ലിക്ക് ചെയ്യപ്പോൾ ചോദിക്കും എത്ര കോളം എത്ര റോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ കോളം എത്രയായിരുന്നു? കോളം എന്ന് പറയുന്നത് വെർട്ടിക്കലി ഉള്ളതാണ് ആ കോളം എന്ന് പറയുന്നത്. അപ്പോൾ കോളം എന്ന് പറയുന്നത് 1 2 3 4 കോളം തന്നെയാണ്. റോസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 റോ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു മെയിൻ ഹെഡിങ് കൊടുക്കാനായിട്ട് ഇതും കൂടെ ഒരു ഇതിൽ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 5. ഫസ്റ്റ് റോ എന്ന് പറയുന്ന ടൈറ്റിൽ, സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഹെഡർ. ഓക്കെ, ഫൈൻ. ഡാറ്റ ഹൈറ്റ് 1, കോളം വിഡ്ത്ത് 63 ആണോ എന്തോ നമുക്കറിയത്തില്ല. നമുക്കൊരു 40 വച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈസൊക്കെ പിന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം തന്നെ ഇത്രയും ഉണ്ട്. ഓക്കെ, ഇതോടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ഐറ്റം ലിസ്റ്റ്, അതാണ് ഹെഡിങ്. എന്നിട്ട് ഇവിടെ ഐറ്റം നമ്പർ, നെയിം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകാം. ക്വാണ്ടിറ്റി മെറ്റീരിയൽ, ക്വാണ്ടിറ്റി
എല്ലാം ഇതായിരുന്നു. മെറ്റീരിയൽ MS എല്ലാം MS തന്നെ. മെറ്റീരിയൽ എല്ലാം MS അല്ലേ? മൈൽഡ് സ്റ്റീൽ MS എന്ന് പറയും. മൈൽഡ് സ്റ്റീൽ MS നമ്മൾ എത്രയാണ് ക്രിയേറ്റ് ചെയ്തത്? 3 അല്ലേ വേണ്ടി? എത്രയും ക്രിയേറ്റ് ചെയ്തത്? ഓക്കെ, ഇത്രയും മതിയായിരുന്നു. ബാക്കി കോളം നോക്കാം, ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ ഉണ്ടോ? ഷുഡ് ബി സം വേ ടു ഡിലീറ്റ് സൈൻ. ഇപ്പം ഞാനിപ്പം ഡിലീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇത്രയും കോളം, ഇത്രയും ഇത് വേണ്ടായിരുന്നു, റോസ് വേണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. ഐറ്റം നമ്പർ 1 2 3 4 ഇതെല്ലാം സൈഡിലോട്ട് അലൈൻ ചെയ്തു. നമുക്ക് നടുക്കോട്ടൊക്കെ ആക്കാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും പോസിബിളാണ്. നമ്മൾ എക്സലിലൊക്കെ ചെയ്യുന്ന പോലെ അത്രത്തോളം ഇല്ല എങ്കിൽ പോലും ജസ്റ്റിഫിക്കേഷൻ മിഡിൽ സെൻറ്റർ കൊടുക്കുകയാണെങ്കിൽ നമ്പറോടെ മിഡിൽ സെൻറ്റർ വന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യാനാണ് എഡിറ്റ്. അതിൽ ചെന്നിട്ടാണ് ഈ മിഡിൽ സെൻറ്റർ ഒന്ന് ഓപ്ഷൻ ആക്കേണ്ടത്. മിഡിൽ സെൻറ്റർ 4 ഇല്ല. ഓക്കെ, ക്വാണ്ടിറ്റി 1 1 1 1 1 1 ക്വാണ്ടിറ്റി ഓക്കെ. നെയിം ആദ്യത്തത് സ്പൈഗോട്ട്, രണ്ടാമത്തത് സോക്കറ്റ്, മൂന്നാമത്തത് കോട്ടൺ. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് സ്ട്രെച്ച്. ഓക്കെ, ഞാൻ നോക്കുന്നത് ടേബിൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, അത് പുതിയത് ക്രിയേറ്റ് ചെയ്യാനാണ്. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഞാൻ അതിപ്പം നോക്കുന്നില്ല. തപ്പിയാൽ കിട്ടും എഡിറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അതാണ് നിങ്ങൾ ഇത്രയും റോസ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്തു, എല്ലാം ഡയമെൻഷൻ എല്ലാം കൊടുത്തു. ഡയമെൻഷൻ കളർ എത്രയും വേണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ കളർ ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ സമാധാനത്തിൽ കിട്ടിട്ട് ഇവിടെ റെഡ് മാറ്റി വൈറ്റ് തന്നെ നോക്കാം. ഓക്കെ, ഇങ്ങനെയും മതി. അപ്പോൾ എങ്ങനെയായാലും ഇതാണ് നമുക്ക് വേണ്ടത്. സൂം ഇത്രയും കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇത്രയും വരച്ചാണ് കാണിക്കേണ്ടത്. മേ ബി 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഉണ്ടാവും നിങ്ങൾ ലാബ് എക്സാം സമയത്ത് ചെയ്യാനായിട്ട്. പറ്റുമെങ്കിൽ ഈ ഡയമെൻഷൻ്റെ സൈസ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. താങ്ക് യു. ഈ കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇതിപ്പോൾ കണ്ടെത്തി നമ്മൾ ടേബിളിൽ റോ ഡിലീറ്റ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് റോ, അതോടെ പോയി ഡിലീറ്റ് റോ, സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.